ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അച്ചപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പലഹാരമാണ് അച്ചപ്പം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പച്ചരി ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി എടുത്തു. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 3-4 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചു. ആ 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു ഇളതായിട്ടുള്ള തേങ്ങ, ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചിരകി തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഏകദേശം 1 കപ്പോളം തേങ്ങാപ്പാൽ എടുത്താൽ മതി. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് വേണം നമുക്കത് അരി അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരി ഇട്ടു. അതിലേക്ക് 2 മുട്ടയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാരയും കൂടി ചേർക്കാം. ഞാനിവിടെ 8 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തു. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് വേണമെങ്കിൽ മധുരം നമുക്ക് കുറച്ചെടുക്കാം. ഇനി അതിലേക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടി തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ലൂസായി ഒരുപാട് കൂടുതൽ എടുത്ത് വെക്കാനായിട്ട് പാടില്ല. കാരണം നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ലൂസായി പോവുകയാണെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് അച്ചപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ല മുറ്റിയ തേങ്ങ ചിരകിയിട്ട് പാലെടുക്കുന്നതിനേക്കാളും കുറച്ച് ഇളതായിട്ടുള്ള തേങ്ങയുടെ പാലെടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അച്ചപ്പം തയ്യാറാക്കാനായിട്ടുള്ള അച്ചും കൂടി അതിലേക്ക് വെച്ചിട്ട് ചൂടാക്കി എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അച്ചപ്പം തയ്യാറാക്കാനായിട്ടുള്ള അച്ച് തലേ ദിവസം തന്നെ എണ്ണ പുരട്ടി വെക്കുകയാണെങ്കിൽ അച്ചപ്പം നല്ല ഈസി ആയിട്ട് ഇളകി വരുന്നതായിരിക്കും. ഇതുപോലെ അച്ച് എണ്ണയിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഏകദേശം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എണ്ണ ചൂടാക്കി എടുക്കാനായിട്ട്. അതിനുശേഷം നല്ല ചൂടായ അച്ച് മാവിലേക്ക് മുക്കിയിട്ട് നമ്മുടെ എണ്ണയിലേക്ക് വെച്ചിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. എണ്ണയിലേക്ക് ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് വറുത്തെടുക്കാനായിട്ട്. കുറച്ച് നേരം ആദ്യത്തെ 1-2 അച്ചപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇളകി വരാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഈസി ആയിട്ട് ഇളകി വന്നോളും. കുറച്ചൊന്ന് എണ്ണയിൽ ഒരു 2 മിനിറ്റ്, 1 മിനിറ്റ് നേരം, 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്താൽ മതി. അത് ഇളകി വന്നോളും. ആദ്യത്തെ 1-2 എണ്ണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിയുമ്പോൾ നന്നായിട്ട് ഇളകി വന്നോളും. നന്നായിട്ട് ഇളകി വരുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ അച്ചിൽ എണ്ണ പുരട്ടി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇളകി വരുന്നതായിരിക്കും. അതുപോലെ തീ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ അച്ചപ്പം മൊരിഞ്ഞു വരുന്നതാണ്. പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ അതുപോലെ ഓരോ പ്രാവശ്യവും നമ്മൾ അച്ചപ്പം തയ്യാറാക്കുന്നതിന് മുമ്പ് അതിൻ്റെ അച്ച് എണ്ണയിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് പരന്ന പാത്രത്തിലാണെങ്കിൽ നമ്മൾ അച്ചപ്പം തയ്യാറാക്കുന്നതിനോടൊപ്പം തന്നെ അച്ചും കൂടി അതിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ പരന്ന പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ അച്ചപ്പത്തിലേക്ക് എള്ളും കൂടി ചേർക്കണം കേട്ടോ. എള്ള് ഞാൻ ചേർക്കാനായിട്ട് ആദ്യം ചേർക്കാൻ വിട്ടുപോയി. 1-2 പ്രാവശ്യം അച്ചപ്പം തയ്യാറാക്കിയതിന് ശേഷമാണ് എള്ള് ചേർക്കുന്ന കാര്യം ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഞാൻ എള്ള് ചേർത്തു. കുറച്ച് 1 ടീസ്പൂണോളം എള്ളും കൂടി ചേർത്തിട്ടുണ്ട്. ഇതുപോലെ അച്ചപ്പം കമഴ്ത്തി വെച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുത്തിട്ട് ഇതുപോലെ കമഴ്ത്തി വെക്കണം. അങ്ങനെ വെക്കുകയാണെങ്കിൽ എണ്ണ നന്നായിട്ട് തോർന്ന് കിട്ടും. അപ്പം ഞാൻ കുറച്ച് എള്ളും കൂടി ചേർത്തു. എള്ളും കൂടി ചേർത്തതിന് ശേഷം വറുത്തെടുത്തു. ഇതുപോലെ അച്ച് നല്ലതായിട്ട് ചൂടാക്കിയിട്ട് മാവിലേക്ക് മുക്കിയിട്ട് വറുത്തെടുത്താൽ മതി. ആദ്യത്തെ 1-2 എണ്ണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈസി ആയിട്ട് വറുത്തെടുക്കാനായിട്ട് പറ്റി. പിന്നെ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് തീ അഡ്ജസ്റ്റ് ചെയ്ത് വേണം, ശ്രദ്ധിച്ച് അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ശ്രദ്ധിച്ചിട്ട് വറുത്തെടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ ഏകദേശം കുറച്ച് അച്ചപ്പം തയ്യാറാക്കിയപ്പോൾ കുറച്ച് ലാസ്റ്റ് വന്ന മാവ്
ആ വലിയ പാത്രത്തിലാണ് ഞാൻ മാവ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ചൊരു ചെറിയ പാത്രത്തിലേക്ക് എടുത്തു. അത് നമ്മൾ മുക്കിയെടുക്കാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെറിയ പാത്രത്തിലേക്ക് മാറ്റി. അതുപോലെ തന്നെ എണ്ണയും ഒരു ചെറിയ ഇരുമ്പ് ചട്ടിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് അത് മുക്കി പൊരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഏകദേശം കുറേ അച്ചപ്പം ഞാൻ തയ്യാറാക്കി എടുത്തു. അപ്പോൾ എത്ര എണ്ണമാണെന്ന് ഞാൻ കറക്റ്റ് നോക്കാനായിട്ട് വിട്ടുപോയി. എത്ര എണ്ണമാണെന്ന് കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള അച്ചപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്